ഹായ്, ഇപ്പം നൈറ്റാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. സർവൈവലാണ്. ആദ്യം നമുക്ക് ബോക്സ് തുടങ്ങാം. ഇതിൽ പിക്കാക്സ്, സ്റ്റിക്ക്, ആക്സ്, പിന്നെ ക്യാരറ്റ്, പിന്നെ 2 ബ്ലോക്ക്, പിന്നെ 2 ആപ്പിൾ, ബ്രെഡ്. എത്ര ഉള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ച് ഇതിപ്പോൾ ഒന്നുമില്ലാണ്ടായാലോ. സീറ്റ്സ് ഒന്നും നമുക്ക് വേണ്ട. നമുക്കിനി ആ ബോക്സും പിന്നെ ആ ടോർച്ചും വേണം. ജസ്റ്റ് എടുത്ത് വെക്കാം, സേഫ്റ്റി. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് കാര്യമൊന്നുമില്ല. ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്, അതിന് പഠിക്കണം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ടോർച്ച് മൂന്നാമതായി. ഞാൻ കുറച്ച് ന്യൂബ് പ്ലെയർ, അതുകൊണ്ടാണ് പിന്നെ സ്ലോ ആയിരിക്കുന്നുണ്ട്. സോറി ഫോർ ദാറ്റ്. 4ാമത്തെ ടോർച്ച് എടുത്തു. പിന്നെ നമുക്ക് ലാസ്റ്റുള്ള ബോക്സ് എടുത്തു. ഇത് എങ്ങനെ അടുത്തത് വെട്ടാൻ പോകണം. ഐ മീൻ മരം വെട്ടണ്ടേ, എന്നിട്ട് വേണ്ട ബാക്കിയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ. സർവൈവ് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് ഇതിൽ ആവശ്യം മരമാണ്. മരത്തിന് വേണ്ടി ഓക്ക് നമുക്ക് എടുക്കാം, ഓക്ക് പടയാം. സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂബ് പ്ലെയറാണ്. എൻ്റെ കൺട്രോൾസ് കുറച്ച് മോശമാണ്, അതിന് ഇമ്പ്രൂവ് ആയി വരണം. കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്. ഇറങ്ങിക്കോളൂ പന്നകൾ. പക്ഷേ ബാവിടുന്ന് പോട്ടെ, അതാ അടുത്തത്. എന്തൊരിടങ്ങറത്. അപ്പം ഇനി എവിടെ എങ്ങോട്ടേലൊക്കെ ഓടിപ്പോവുക, അതന്നെ. ഒന്നും നോക്കാനില്ല. മരം അടിപ്പളും കൊള്ളുന്നുണ്ടോ, എവിടുന്നൊക്കെ അടി വരുന്നുണ്ട്. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇനി ഫുള്ള് ചെയ്തെടുക്കണ്ടേ, എന്തിനാ വെട്ടാ. വെട്ടി 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 വെട്ടി. ആപ്പിള്, ആപ്പിളല്ല എന്തത്. ശരി ശരി. വെട്ടി 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 വെട്ടി. നെക്സ്റ്റ് നമുക്കിങ്ങനെ പോകാൻ പറ്റിയ നല്ല പ്ലെയിൻ ആയിട്ടുള്ള അടിപൊളി സ്ഥലം കിട്ടിയ. അതിൻ്റെ ഇടയിൽ എന്താ, അയ്യാ വീണ് വീണ്. മൂഞ്ചി. നമുക്കിനി കുറച്ച് മരം വെട്ടെ. തോല് എടാ അങ്ങനെ ചെയ്യാൻ പറ്റൂലേ, തൊട്ടാ ഞാൻ തോല് പോലെ. അത് നല്ല ട്രിക്കാട്ടോ. വെട്ടി വെട്ടി വെട്ടി. അത് വെട്ടി. അടുത്തത് നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഇതേടാ ഒരു മറ്റേ സാധനമില്ലത്, എന്താ പറയുക ഇനി, കോൾ എടുക്കാൻ പിക്കാക്സിൻ്റെ സ്റ്റോൺ വേണം. സ്റ്റോൺ പിക്കാക്സ് വേണം. അപ്പോൾ അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ടേ. ഇതിന് കുറച്ച് കല്ലുണ്ടാകാം, ഇവിടെ തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ട് പോവാം. കല്ല് എത്ര കല്ലായി. നമുക്ക് ആദ്യം ക്രാഫ്റ്റ് ബോക്സ് ഉണ്ടാക്കണം. അങ്ങനെ ക്രാഫ്റ്റ് ടേബിൾ, സോറി ക്രാഫ്റ്റ് ബോക്സ് അല്ല, ക്രാഫ്റ്റ് ടേബിൾ. സ്റ്റിക്ക് ഉണ്ടാക്കണം, ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കണം. കുറച്ച് പടിയുണ്ട്. ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി സാധനമൊക്കെ അതിലേക്ക് എടുത്തിട്ടെ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇതിലിട്ടാൽ മതി. ഇൻവെൻട്രിയിൽ ക്രാഫ്റ്റ് ബോക്സ്, ക്രാഫ്റ്റ് ടേബിൾ, സോറി എനിക്ക് എപ്പോഴും ഇതിൻ്റെ പേര് തെറ്റുക. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിലിട്ട് പഠിക്കാം. സ്വോർഡ് ഉണ്ടാക്കി, പിന്നെ ആക്സ് ഉണ്ടാക്കി. സ്റ്റോൺ ആക്സ് ഉണ്ടാക്കാൻ സ്റ്റോണില്ല, കുറച്ചും കൂടി സ്റ്റോൺ മൈൻ ചെയ്യണം. മൈൻ ചെയ്യട്ടെ. ഇതെന്താ പറ്റാത്തത്, ഞാൻ മൈൻ ചെയ്തതല്ലേ. സ്റ്റോണ് വ്യത്യാസമുണ്ട്. മനസ്സിലായി. എന്താ സ്റ്റോൺ വ്യത്യാസമുണ്ട്. വെട്ടി വെട്ടി 3-4 എണ്ണം, ഒരു 7 എണ്ണം എടുക്കാം, എന്തിനാവശ്യം വന്നാലും. 5 എണ്ണം അത് മതി, ബാക്കി തുടങ്ങാം. പിക്കാക്സ് ഉണ്ടാക്കി, ആക്സ് ഉണ്ടാക്കി, ഷവലുണ്ടാക്കി. 2 എണ്ണം കൂടി എടുക്കാം. ഷവൽ എടുക്കാം. ഷവൽ. പോരട്ടെ. കഴിഞ്ഞ് പിന്നെന്താ, ബാക്ക് അടിച്ചിട്ട് ക്രാഫ്റ്റിംഗ് കൊടുത്തിട്ട് ആ കോൾ മൈൻ ചെയ്തെടുക്കാം. അതിനങ്ങോട്ട് എത്തൂലടാ, അതെന്ത് ചെയ്യുക.
വല്ല സോംബി തങ്ങി വാങ്ങിണ്ടാണോ? തീരെ ഇഷ്ടല്ല പണ്ടാറങ്ങളെ. ഞാൻ ഇവിടുന്ന് മൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലാതെ അത്രയും ദൂരം പോവില്ല. ഇല്ലടാ പോവില്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്യുക? ഇനി മോളിൽ കയറി പോകണ്ടേ? മൈൻഡ് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇതെടുത്തൂടെ, മണ്ണ് ഡേർട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ഇതുപോലെ പണി ചെയ്യാം. കയ്യിലൊന്നുമില്ലാതെ പുതിയ മൈൻഡ് ചെയ്യാം. ഡേർട്ട് ആ 2 3 4 5 6 7 9 10 11 ഇനി ഇവിടെ ആ ഇവിടെ ഡേർട്ട് ഇട്ടോ, ഇടുക ചാടും. പോട്ടെ 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 എത്തിയ നെക്സ്റ്റ് ഇവിടെ. ഐ ഇതെന്തത്? പിന്നെ എടാ ഇതെന്തടത്? ഇവിടുന്നാണത് അമ്പൊക്കെ വരുന്നത്. അവിടെ അടുത്തെങ്ങാണ്ട് കേട്ടാ, ഇവിടെ അടുത്തെങ്ങാണ്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ കുറേ അടി വാങ്ങി കൂട്ടേണ്ടി വരും. കോള് 1 3 4 4 5 5 എടാ എന്താണത്? അടിയുള്ളിൽ ഇനിയുണ്ട്. പൊട്ടെ പൊട്ടെ പൊട്ടെ. കോള്. ഈ സാധനം കൊണ്ട് ടോർച്ചും പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാക്കുക? അങ്ങനെ അധികം മൈൻക്രാഫ്റ്റ് കളിക്കില്ല. ഞാനിപ്പോൾ അടുത്ത കളിച്ചു തുടങ്ങിയത്. പിന്നെ അധികം അറിയില്ല, പഠിക്കണം. എങ്ങനെ പഠിക്കുക? അതൊക്കെ വൈബല്ലേ? അതിൽ സാധനം പോട്ടെ. നീണ്ട മുകളിലുണ്ട്. അതും കൂടി തീർത്തിട്ട് നമുക്ക് പോവാം. പോരട്ടെ. അപ്പോൾ ഫസ്റ്റത്തെ ചാനലാണ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇട്ടേക്കിട്ടാ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. ഷെയറൊക്കെ വേണമെങ്കിൽ ഇരുന്നാൽ മതി. നമുക്കൊരു സപ്പോർട്ട് വേണ്ടേ? ഇത് ആദ്യത്തെ വീഡിയോ അല്ലേ, കുറച്ചൊക്കെ അത് വേണ്ടേ? ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കത്തുള്ളൂ. ഇവിടുന്ന് ഇറങ്ങണത്. അയ്യോ ചത്തു ഇല്ലേ? ജസ്റ്റ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇതേടെ കോള് സീന്. സോറി ഗൈസ്, വോയിസിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അത് മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്യണതേ. എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. ഇനി കോള് ഫുള്ള് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുന്ന് പുറത്ത് പോകണം. സാൻഡല്ലത് സാൻഡല്ല. നമുക്കിനി ഇവിടുന്ന് പുറത്ത് പോകണം. ഷവർ ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ചെയ്യണം. പിന്നെ എന്തൊക്കെ പരിപാടി എന്ന് വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കണം, വീടുണ്ടാക്കണം, കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും ഒരു പാട്ടിൽ തീരില്ല. നമുക്ക് എന്തായാലും അടുത്ത പാട്ട് പിടിക്കുക. അതിനൊന്നും വ്യൂസ് കുറവാടാ. 1-2 പേരെ മാക്സിമം കാണുള്ളൂ, അതിനപ്പുറം കാണില്ല. യൂട്യൂബ് ചാനൽ 10-15 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഓരോന്നിലും ഡിഫറെൻറ്റ് കണ്ടൻറ്റ്. ഒന്നിൽ പാട്ട്, ഒന്നിൽ എഡിറ്റിംഗ് വീഡിയോസ്, ഒന്നിലിങ്ങനെ പണ്ടത്തെ ഗെയിം പ്ലേ, ചെറിയ ഗെയിമുകൾ, അങ്ങനത്തൊക്കെ ലോക്കലേനുണ്ട്. ഇപ്പോഴും തന്നെ ബുദ്ധിമുട്ട്. ഹൈ സ്പെക്കുള്ള PC ഇല്ല, ഒരു തേങ്ങയില്ല, ലാപ്പും ഇല്ല, മൊബൈലിൽ തന്നെ ഫുള്ള് ഗെയിം. എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്, അതിന് പറ്റാത്തത്. മരത്തിന് തോല് പോവോ? ഇത് അടിപൊളി കേട്ടോ, അത് വൈബാട്ടോ. ഇതേ പട്ടില്ല, അത് വോൾഫാ. ചുച്ചുടൂ കടിക്കുവോ? ചുച്ചുടൂ ഞാൻ തൊട്ടോക്കുക. അയ്യോ പട്ടി അയ്യോ പോയി ചത്തി. ഹായ് ഫുഡ് ഇതേ പോണു. പിടിക്കട്ടെ. എടാ പന്നി നിക്കടാ അവിടെ. എടാ പന്നി നിക്കടാ. നീ എവിടെടാ പന്നി? തേക്ക് എടുക്കണ. നിക്കടാ, നീ എവിടേക്ക് ഓടണ്? അവിടെ നിക്കടാ. നെക്സ്റ്റ് ആരാ? എന്താ മരം തന്നെ വേട്ടാ. ഞാൻ തൊട്ട തോല് പോലെ രസമുണ്ടത്. ഈ വെറൈറ്റി സാധനം.
എന്തായാലും ബാക്കിയുള്ള വെട്ടട്ടെ, വെട്ടിയിട്ട് വേണം. ഏറെക്കുറെ തീർക്കണത്. ഇതിൽ മെയിൻ സാധനം മരം വെട്ടല. മരം വെട്ടണം ഭയങ്കര ടാസ്ക്കാണ്. മരമാണ് ഇതിൽ മെയിൻ. മരം വെച്ചിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഭൂരിഭാഗം സാധനമുള്ളൂ. മരമാണ് മെയിൻ. ഇപ്പോൾ വീടാണല്ലോ, നമ്മൾ വില്ലേജസിൻ്റെ ഏരിയയിൽ പോയാൽ അവരുടെ വീടൊക്കെ മരത്തോണ്ടാണ്. മരമാണ് ഇതിൽ മെയിനായിട്ടുള്ള സാധനം. എന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെപ്പൺസ് ഉണ്ടാക്കുകയൊക്കെ മരം കൊണ്ടാണ്. മരം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ മരം വെട്ടാൻ വേണ്ട ഡിഫോറസ്റ്റേഷനാണ് റിയൽ ലൈഫിൽ. നമ്മൾ ഗെയിമിൽ ഇങ്ങനെ വെട്ടി കളിക്കുമ്പോൾ ഒരു സുഖമല്ലേ. റിയൽ ലൈഫിൽ വെട്ടണ്ടല്ലോ, ഗെയിമിൽ ഇങ്ങനെ വെട്ടാലോ അങ്ങനെയൊക്കെ. അത് പംകിനല്ലേ, മറ്റേന്താണ് മത്തങ്ങ. ഇതേ കോഴി, അതിനെ പിടിച്ചാലോ അടുത്ത ഫുഡ്. കൊല്ലട്ട ഇതെന്തൊരു നിൽക്കാത്ത ചാവട. ഒന്നും കിട്ടിയില്ലേ, പുക മാത്രമേ ഉള്ളൂ, ഇറച്ചില്ലേ. ഓ അത് ചെറിയ കോഴി ആയതുകൊണ്ടാ. ഞാൻ മറന്നു. ഇനി അതെ നിൽക്കണ വലിയ കോഴി. എടാ നിൽക്കടാ അവിടെ. പക്ഷെ ഒന്നേ ഫുഡ് കിട്ടി. കിട്ടി മക്കളെ. അടുത്തത് എടാ പന്നിയും പശുവൊക്കെ. പശുവിനെ അതിലൊക്കെ ബെഡ് ഉണ്ടാക്കണ്ടേ, അതല്ലേ ഇമ്പോർട്ടൻ്റ്. പശുവിടെ കാണാനില്ലല്ലോ. എവിടെ പോയി അമ്മിണി? എവിടെ പോയി? എടാ അമ്മിണിനാണോ ദേ നിൽക്കണ് മണിക്കുട്ടി. ചെമ്മരിയാട്. ബെഡ് ഉണ്ടാക്കാനുള്ള അടുത്ത സാധനം. കുട്ട കയറിക്കേ, അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴും. ചാവ് ഒരടി കൂടി മതി. ചാവട. കിട്ടി അടുത്തവനെ. മണിക്കുട്ടി ഇവിടെ വാടാ. മണിക്കുട്ടി ചത്ത് കിട്ടി. ഇനി എവിടെ അമ്മിണിക്കുട്ടി? എവിടെ അമ്മിണിയെ? ഭൂരിഭാഗം പശുക്കൾക്ക് അമ്മിണി നല്ല പേര്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കണ. അതേക്ക് എടുക്കണ്. ബെഡ് ഉണ്ടാക്കണം മുതലാ. നൈറ്റിന് മുന്നേനും 2 പശുവിനെ കിട്ടിയാൽ തീരുന്നു. ഒരെണ്ണം തന്നെ കിട്ടി, ഉറപ്പായി. അമ്മിണി ചാവടി. കിട്ടി. ഇനി ഒരെണ്ണം കൂടി വേണം. എന്തൊരു കഷ്ടല്ലേ, എന്തൊക്കെ പണികളാ. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. എന്തായാലും മരത്തിന് മുകളിൽ കയറി വീടുണ്ടാക്കുക. അതാകുമ്പോൾ സോംബികളും സ്കെൽട്ടന്മാരുടെ ശല്യം കുറവായിരിക്കും. എനിക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുമോയെന്നറിയില്ല. ഒരു പശുവിനും കൂടി വേണ്ടേ? ഒരു പശു ഒരാടും കൂടി വേണം തോന്നുന്നു, ഓർമ്മയില്ല അങ്ങനെ. എന്തായാലും നമുക്കിവിടെ ഡേർട്ട് വെച്ച് കവർ ചെയ്യാം. കാരണം അല്ലെങ്കിൽ സോംബികളും സ്കെൽട്ടന്മാരും ഇതിൽ കയറി വരും, നമ്മളെ ശല്യം ചെയ്യും. തൽക്കാലം ഇത് വെച്ച് കവർ ചെയ്യാം ഇന്നൊക്കെ ഒരു ദിവസം. പിന്നെ മരത്തൊക്കെ വെച്ചിട്ട് വീട് പണിയണം. എല്ലാം പതുക്കെ ചെയ്യാം. എന്തായാലും ഒറ്റ വീഡിയോ തീർക്കാൻ പറ്റില്ല, കുറച്ച് സമയം പിടിക്കും. തൽക്കാലം കവർ ചെയ്യാം. കാരണം ബെഡ് ഉണ്ടാക്കാൻ പറ്റില്ലേ, അതാണ്. ബെഡ് ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. നമുക്ക് ഇവിടെ കൂടി ഇത് കൊടുക്കാം. സെറ്റ്. ഇനി ഇവിടെ റൈറ്റ് പഠിച്ച്. ഇനി ടോർച്ച്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം. ഇവിടെ വെക്കാൻ പറ്റില്ലേ? എന്താ ഭാഗത്ത് മണ്ണിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുമോ? വെച്ച് സെറ്റ്. ഇനി ബെഡ് ഉണ്ടാക്കാൻ നോക്കാം. അയ്യോ, ബെഡ് ഉണ്ടാക്കാൻ ഒരു കൂളും കൂടി വേണമല്ലോ. ഇനി എന്ത് ചെയ്യുക? അപ്പം ഇന്നത്തെ ദിവസം മൂഞ്ചി. ഒരു ഇഞ്ചടാ റെഡ് ഡൈ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു മറ്റേ പൂവില്ലേ, ഒരു നമ്മൾ ഈ ചുവപ്പുള്ള പൂവ്, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അറിയില്ല. ഞാൻ നോക്കി നോക്കട്ടെ. അങ്ങനെ പണ്ട് എപ്പോഴോ കണ്ടൊരു ഓർമ്മ ഉണ്ട്, കൃത്യം അറിയില്ല, ഓർമ്മയില്ല, ഉറപ്പില്ല. ഒന്നുമില്ലല്ലോ കയ്യിൽ. എന്ത് ചെയ്യുക? നമുക്ക് അവിടെ കയറി നോക്കാം. പൂവ് എവിടെ? കുടുങ്ങി കണ്ടടങ്ങ. ശരി, പൂവൊന്നും ഇവിടെ കാണാനില്ലല്ലോ. ഒരു പൂവും കാണാനില്ല. പൂവൊക്കെ എവിടെ? പൂവ് എവിടെ? കിട്ടി. അടിയിലുണ്ട്. സെറ്റ്. അതേ എടുക്കണു. ഇതാ ഞാൻ പറഞ്ഞ പൂവ്. ഈ പൂവ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഉറപ്പില്ല. നോക്കിയോക്കാം. ഞാൻ മൈൻക്രാഫ്റ്റ് ഒരു ന്യൂബ് പ്ലെയറാണ്. കാര്യമായിട്ട് അങ്ങനെ അറിയില്ല. അപ്പം അടുത്ത് കളിച്ചു തുടങ്ങിയിട്ടുള്ളൂ, അധികം കാലമൊന്നും ആയിട്ടില്ല. ഇതേ കിട്ടണം അടുത്ത്. നാളെ കിട്ടി. സെറ്റ്.